കൊച്ചി പനമ്പിള്ളി നഗറിൽ നവജാത ശിശുവിനെ എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ കുഞ്ഞിന്റെ മാതാവ് കുറ്റം സമ്മതിച്ചു. പീഡനത്തിനിരയായെന്ന് യുവതി മൊഴി നൽകിയിട്ടുണ്ട്. യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സംഭവത്തിൽ യുവതിയുടെ രക്ഷിതാക്കൾക്ക് പങ്കില്ല എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ ഉപയോഗിച്ച ആമസോൺ പാഴ്സൽ കവറിലെ മേൽവിലാസമാണ് അന്വേഷണത്തിൽ നിർണായകമായത്. പേരൻസ് അറിഞ്ഞിട്ടില്ല. പേരൻസിന്റെ അറിവോടുകൂടി അല്ല ഈ ഇൻസിഡന്റ് നടന്നിരിക്കുന്നതാണ് പ്രഥമ അന്വേഷണത്തിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. മൈനർ അല്ല, 23 വയസ്സാണ് പ്രായം. പക്ഷെ അതിജീവിത ഈ ഒരു ആംഗിൾ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോ പേര് വിവരങ്ങൾ പുറത്തു പറയാൻ സാധിക്കില്ല. സർവൈവറിന്റെ മൊഴിയെടുപ്പിൽ നിന്ന് അങ്ങനെ ഒരു ആംഗിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതില് ബാക്കി വ്യക്തമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ്. ചാപിള്ളയാണോ അതോ മർഡർ ആണോ എന്നുള്ളതും ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നമുക്കത് സ്ഥിരീകരിക്കാൻ പറ്റും. അതേസമയം അതിജീവിതയെ ലൈംഗികമായി ഉപദ്രവിച്ചത് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ആളാണെന്നുള്ള സൂചനകളുമുണ്ട്. നിർബന്ധപൂർവ്വം ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് യുവതിയുടെ മൊഴി. പ്രതിയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നാണ് പോലീസ് നൽകുന്ന സൂചന. എസ് ശ്യാംകുമാർ ഉണ്ട് വിവരങ്ങളുമായി. ഈ സംഭവത്തിൽ പീഡിപ്പിച്ചയാളെ സംബന്ധിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന സൂചനകൾ വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളായിരിക്കും ശ്യാംകുമാർ നൽകുക. കേസിന്റെ മറ്റു വിവരങ്ങൾ വിനീത വിജി നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാം, ഈ പെൺകുട്ടി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ഒരു പീഡനത്തിനിരയായിട്ടുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അയാളുടേതായിരിക്കും ഈ കുഞ്ഞ്. അവിടെ ഈ പീഡിപ്പിച്ച ആൾ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടയാളാണ്, ബലം പ്രയോഗിച്ച് ഉപദ്രവിക്കുകയായിരുന്നു എന്ന മൊഴിയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ആളെ ട്രേസ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്താണ്? ഗോപികൃഷ്ണൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരപ്രകാരം ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ച ആളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് പൂർണ്ണമായും ലഭിച്ചിട്ടുണ്ട്. അതായത് ലൈംഗികമായി പെൺകുട്ടിയെ ഉപദ്രവിക്കുകയും ഗർഭിണിയാക്കുകയും ചെയ്ത ആൾ ആര് എന്ന വിവരം പെൺകുട്ടി തന്നെ നൽകിയിരുന്നു. ഇതിന്റെ ചാറ്റ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസിന് ശേഖരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇയാളിലേക്കുള്ള ദൂരം വളരെ കുറവാണ് എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. ഏതായാലും കസ്റ്റഡിയിലെടുക്കുകയും അതിന്റെ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്ത ശേഷം ഔദ്യോഗികമായി തന്നെ പോലീസ് ഇക്കാര്യം അറിയിക്കുമായിരിക്കും. ഏതായാലും പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട പെൺകുട്ടി നൽകിയ മൊഴി പ്രകാരം ആ കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ളത് തന്നെയാണ് കുട്ടിയുടെ മൊഴി. അതോടുകൂടിയാണ് നിർബന്ധമായി ലൈംഗികമായി ഉപദ്രവിച്ച ഒരു കേസായതോടെയാണ് അതിജീവിത എന്നൊരു സ്റ്റാൻഡിലേക്ക് ഈ കേസിൽ ആ പെൺകുട്ടി മാറുന്നത്. ഏതായാലും കുട്ടിയുടെ മൊഴി പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതി എന്ന് സംശയിക്കുന്നയാൾ ഇപ്പോൾ പെൺകുട്ടിയുമായി പരിചയപ്പെട്ടത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ ചാറ്റുകൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ ഒരു ഡാൻസറാണ് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ പരിചയവും അതിനുശേഷമുള്ള ബന്ധങ്ങളും ഉൾപ്പെടെ അന്വേഷണ വഴിയിൽ വീണ്ടും പോലീസിന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിന്റെ നടപടിക്രമങ്ങൾ ഉൾപ്പെടെ പൂർത്തീകരിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇയാളെ കസ്റ്റഡിയിലെടുത്ത ശേഷം മാത്രമാകും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടുതൽ പോലീസ് പങ്കുവെക്കുക. ഏതായാലും കുട്ടി കോളേജിൽ പഠിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ചില പരിചയങ്ങളും ഇടപെടലുകളുമാണ് ഈ കേസിലേക്ക് നയിച്ചത്, പിന്നീട് ഈ ഒരു കൊലപാതകത്തിലേക്ക് പോലും എത്തിച്ചത് എന്നുള്ള വിവരമാണ് പോലീസ് പങ്കുവെക്കുന്നത്. ഏതായാലും വളരെ വേഗത്തിൽ തന്നെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിയിലേക്ക്, ഈ കേസിൽ കുറ്റാരോപിതൻ എന്ന് സംശയിക്കുന്ന ആളിലേക്കുള്ള ദൂരം വളരെ കുറവാണ്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ അയാളുടെ അറസ്റ്റ് ഒരു പക്ഷേ ഉണ്ടായേക്കുമെന്നുള്ളൊരു സൂചനയാണ് അന്വേഷണ സംഘം പങ്കുവെക്കുന്നത്. ശരി, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇതിലെ പ്രതിയിലേക്ക് കൃത്യമായി എത്താൻ പാകത്തിൽ പോലീസിന് വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ശ്യാമിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. വിനീത വിജിയുണ്ട് കേസിന്റെ മറ്റു വിവരങ്ങളുമായി. വിനീത, ഇതിനകത്ത് വളരെ ഉദ്വേഗജനകമായ ചില കാര്യങ്ങളുണ്ട്. അതായത് എവിടെ വെച്ചാണ് ഈ സ്ത്രീ പ്രസവിച്ചത്? അത് വീട്ടിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്, അച്ഛനും അമ്മയും മകളുമാണ്. അപ്പോൾ അച്ഛനും അമ്മയും ഈ വിവരങ്ങളൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ നേരത്തെ സംസാരിച്ചപ്പോൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സംഭവങ്ങൾ എങ്ങനെയുണ്ടായി? കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം വലിച്ചെറിയുകയായിരുന്നോ അതോ ചാപിള്ളയായിരുന്നോ എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും വ്യക്തതയില്ലാതെ കിടക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും ഈ കാര്യത്തിൽ വെളിച്ചം വീശാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലുള്ള ചില സംശയങ്ങൾ അത് ഈ ഘട്ടത്തിലും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. രാവിലെ 8 മണിയോടുകൂടിയാണ് നട റോഡിൽ ഒരു കുഞ്ഞിന്റെ മൃതദേഹം കാണുന്നത്. അതൊരു ആൺകുഞ്ഞിന്റെ മൃതദേഹമാണ്. പൊക്കിൾക്കൊടി പോലും മാറ്റിയിട്ടില്ല. തുടർന്ന് ഇത് കണ്ട നാട്ടുകാരാണ് വിവരം രാവിലെ തന്നെ പോലീസിനെ അറിയിച്ചത്. ഈ ഭാഗത്തേക്കൊക്കെ രാവിലെ നടക്കാൻ ഇറങ്ങുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അവരാണ് ഇത് ആദ്യം കാണുകയും പിന്നീട് പോലീസിനെ അറിയിക്കുകയും ചെയ്യുന്നത്. തുടർന്ന് പോലീസ് ഈ സ്ഥലത്തെത്തി കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നു. ആദ്യഘട്ടത്തിൽ ഇത് ആരെങ്കിലും അവിടെ കൊണ്ട്
ഉപേക്ഷിച്ച് പോയതാണോ എന്ന് ചില സംശയങ്ങളൊക്കെ തന്നെ പോലീസിനുണ്ടായിരുന്നു. ഇത് അറിയുന്നതിനും മറ്റുമായി സമീപമുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ഇങ്ങനെ ശേഖരിക്കുമ്പോഴാണ് ഈ റോഡിന് സമീപമുള്ള ഒരു ഫ്ളാറ്റിൽ നിന്ന് ഈ കുഞ്ഞിനെ താഴത്തേക്ക് ഒരു പൊതിഞ്ഞ ഒരു പൊതി താഴത്തേക്ക് എറിയുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ CCTV കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസ് പിന്നീട് അന്വേഷണം നടത്തിയത്. ഒരു ആമസോണിന്റെ പാഴ്സൽ കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു ഈ കുഞ്ഞിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. ഈ കവറിൽ ചില അഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. ഈ അഡ്രസ്സ് കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയത്. ആ അന്വേഷണമാണ് ഇപ്പോൾ ഈ പ്രതികളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൽ പോലീസ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഇതിനെപ്പറ്റി യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ കുറ്റകൃത്യത്തിൽ അവർക്ക് പങ്കില്ല എന്നും പോലീസ് പറയുന്നുണ്ട്. ഇവരുടെ 3 പേരുടെയും വിശദമായിട്ടുള്ള മൊഴി പോലീസ് അവരുടെ ഫ്ളാറ്റിലെത്തി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും പോലീസ് പറയുന്നത്, പുലർച്ചയോടുകൂടിയാണ് ഈ പ്രസവം ഉണ്ടായിരിക്കുന്നത്. ഈ കുട്ടി റൂമിൽ വാതിലടച്ച് ശുചിമുറിയിൽ കയറിയാണ് ഈ പ്രസവം നടത്തിയത്. അതിനുശേഷം ഈ കുഞ്ഞിന്റെ മൃതദേഹം, അത് ഒരുപക്ഷെ പോലീസ് പറയുന്നത് ഇത് ചാപിള്ളയായിരുന്നോ അതോ ഈ പെൺകുട്ടി തന്നെ കൊലപ്പെടുത്തിയതിനു ശേഷം ഈ മൃതദേഹം റോഡിലേക്ക് എറിഞ്ഞതാണോ എന്നിങ്ങനെയുള്ള ചില സംശയങ്ങളുണ്ട്. ഒപ്പം തന്നെ ഇതിന് സമീപമായി ഈ മാലിന്യങ്ങളൊക്കെ നിക്ഷേപിക്കുന്ന ഒരു വലിയൊരു പറമ്പുണ്ട്. ആ പറമ്പ് ലക്ഷ്യമാക്കി എറിഞ്ഞതിനിടയിൽ ദിശ തെറ്റി അത് റോഡിലേക്ക് വീണതാണോ, ഇങ്ങനെയുള്ള ചില സംശയങ്ങളൊക്കെയാണ് പോലീസിന് ഈ ഘട്ടത്തിലുള്ളത്. അതിന്റെ ഒരു ആദ്യ നടപടി എന്ന നിലയിൽ ആ കുഞ്ഞിന്റെ മൃതദേഹം ഇപ്പോൾ അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കായി മാറ്റിയിരിക്കുകയാണ്. ആ പോസ്റ്റ്മോർട്ടത്തിന്റെ ഫലം വന്നതിന് ശേഷം മാത്രമേ, വിവരങ്ങൾ ലഭ്യമായതിനു ശേഷം മാത്രമേ ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഈ കുഞ്ഞിന്റെ കഴുത്തിൽ ഒരു ഷാൾ ഉപയോഗിച്ച് കെട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ ഈ ഷോൾ ഉപയോഗിച്ച് ആ കുഞ്ഞിനെ കഴുത്ത് തിരിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ആ മൃതദേഹം അത് ഉപേക്ഷിക്കുന്നതിനായി ആ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് അത് താഴേക്ക് വലിച്ചെറിഞ്ഞതാകാം. അത് ഈ പറഞ്ഞതുപോലുള്ള സമീപമുള്ള മാലിന്യ കൂമ്പാരം ഉന്നം വെച്ചെറിഞ്ഞത് പിന്നീട് അത് ലക്ഷ്യം തെറ്റി റോഡിലേക്ക് വീണതാകാം. ഇങ്ങനെയുള്ളൊരു സംശയം പോലീസിനുണ്ട്. അല്ല എങ്കിൽ ഒരുപക്ഷെ ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ അത് ചാപിള്ളയായിരിക്കാം. പക്ഷേ ഈ മാതാപിതാക്കളോട് പറയാതിരുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ അവിടെ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് പെൺകുട്ടിയുടെ ഒരു ആവശ്യമായിരിക്കാം. അങ്ങനെയുള്ള ചില സംശയങ്ങളാണ് ഈ ഘട്ടത്തിൽ പോലീസ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി ഇതിനകത്ത് അസ്വാഭാവികമായി തോന്നുന്നത്, ഒരു പെൺകുട്ടി ഗർഭിണിയായിരിക്കുന്നു, അവർ ശുചിമുറിയിൽ പ്രസവിക്കുന്നു, അതിനുശേഷം ആ കുഞ്ഞിൻ്റെ മൃതദേഹം പുറത്തേക്ക്, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ പുറത്തേക്ക് വലിച്ചെറിയുന്നു. ആ വീട്ടിലുള്ളതാകെ 3 പേരാണ്, അച്ഛനും അമ്മയും ആ സ്ത്രീയും. പിന്നീടാണ് കുഞ്ഞ് ജനിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ആ വീട്ടിലെ അച്ഛനും അമ്മയും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ കുറ്റകൃത്യത്തിൽ അവർക്ക് യാതൊരു പങ്കുമില്ല എന്നാണോ പോലീസ് പറഞ്ഞത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് പോലീസ് പറഞ്ഞത്. കാരണം ഈ പെൺകുട്ടി ഗർഭിണിയാണെന്നുള്ള കാര്യം പോലും വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഈ കുറ്റകൃത്യത്തിൽ ഇവർക്ക് നേരിട്ട് പങ്കില്ല എന്നും പോലീസ് ആദ്യഘട്ടത്തിൽ അവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസ് അങ്ങനെ തന്നെയാണ് ഉറപ്പാക്കുന്നത്. ഒപ്പം തന്നെ അവിടെയുള്ള, അതായത് ഈ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ തന്നെ അവിടെയുള്ള ആശാ വർക്കർമാരെയൊക്കെ പോലീസ് വിളിച്ചു വരുത്തി അവരുടെ മൊഴിയൊക്കെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. അതിലൊരാൾ നമ്മളോട് പ്രതികരിച്ചതും അങ്ങനെ തന്നെയാണ്. കാരണം അവർ താമസിക്കുന്ന ആ ഏരിയയിലുള്ള കുഞ്ഞുങ്ങളൊക്കെയായി താമസിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഗർഭിണിയായി താമസിക്കുന്ന ആളുകൾ, ഇവരുടെ ഒക്കെ വിശദാംശങ്ങൾ ഞങ്ങൾ ആശാ വർക്കർമാരുടെ കയ്യിലുണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പെൺകുട്ടിയോ ഞങ്ങളുടെ ലിസ്റ്റിൽ ഇല്ല എന്ന് പറയുന്നു. അതായത് വളരെ കൃത്യമായി തന്നെ ഈ പെൺകുട്ടി ഇത് രഹസ്യമാക്കി സൂക്ഷിച്ചിരുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഗോപി സൂചിപ്പിച്ചതുപോലെ ഒരു വീട്ടിനുള്ളിൽ കഴിയുമ്പോൾ അച്ഛനും അമ്മയും അമ്മുമ്മയും ഒക്കെ ഉണ്ട് ആ വീട്ടിൽ. അവരൊക്കെ താമസിക്കുന്നതിനിടയിൽ ഒരു പെൺകുട്ടിക്ക് ഇത്രയും കാലയളവിൽ അതെങ്ങനെയാണ് ഇങ്ങനെ രഹസ്യമാക്കി സൂക്ഷിക്കാൻ കഴിയുക എന്നൊരു സംശയം തന്നെയാണ് പോലീസിനും ഉള്ളത്. പക്ഷേ ഇവർക്ക് പങ്കില്ല എന്ന് പറയുമ്പോഴും ഇവരെ മൊഴി വളരെ വിശദമായി തന്നെ പോലീസ് രേഖപ്പെടുത്തും. അതിനുശേഷം ഇവർ പറയുന്നതിൽ ഇപ്പോൾ ഈ കൊലപാതകത്തിനാണോ പോലീസ് കേസെടുത്തിരിക്കുന്നത്? ഇനി കൊലപാതക കുറ്റം ചുമത്തിയാണോ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്? തീർച്ചയായും ഗോപി, ഇവർക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തിയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയെ വളരെ വിശദമായി തന്നെ ഇനി ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്, അവരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട്. പക്ഷേ അവരൊരു കേസിലെ അതിജീവിതയാണെന്ന് പോലീസ് പറയുന്നു. അവരൊരു പീഡനത്തിന് ഇരയായ പെൺകുട്ടിയാണ്. അപ്പം അവരുടെ ഒരു മാനസിക നില കൂടി പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെയാണ് അവരുടെ ഒരു പ്രസവം കഴിഞ്ഞത്. അവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ അവർക്ക് ഒരു മെഡിക്കൽ സഹായം
സഹായം നൽകേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം അവരുടെ വിശദമായിട്ടുള്ള മൊഴി കൂടി പോലീസ് രേഖപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ അതിനുശേഷം പിന്നീട് കൂടുതൽ വകുപ്പുകളൊക്കെ ചുമത്തിക്കൊണ്ട് ഈ അന്വേഷണം മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയും നിലവിലുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല. കാരണം ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊരു കൊലപാതകത്തിലേക്ക് ഈ കുഞ്ഞിനെ ഈ പറഞ്ഞതുപോലെ ഷോൾ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാണ് എങ്കിൽ വീണ്ടും മറ്റു വകുപ്പുകളിലേക്ക് കൂടി ഈ കാര്യങ്ങൾ പോകാൻ ഉള്ളൊരു സാധ്യതയുണ്ട്. ഇങ്ങനെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏതായാലും ഈ അമ്മ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇനി മറ്റ് വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. പോലീസിന് അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. ശ്യാംകുമാർ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ശ്യാം നേരത്തെ തന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ പെൺകുട്ടി പീഡനത്തിനിരയായിരുന്നുവെന്നും അങ്ങനെ ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചയാൾ ആരാണ് എന്നതിനെക്കുറിച്ച് പോലീസിന് ഒരു വ്യക്തത ഉണ്ടായിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരാളാണ് ഇതിന് പിന്നിൽ എന്നുമാണല്ലോ. ഇത് ആ പെൺകുട്ടി തന്നെ നൽകിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണോ പോലീസ് ഈ നിഗമനങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്? ഇയാളുടെ അറസ്റ്റ് അല്ലെങ്കിൽ ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്ന നടപടി വളരെ പെട്ടെന്നുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണോ? ഗോപികൃഷ്ണൻ, ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ വിവരങ്ങളെല്ലാം പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് പോലീസിന് ലഭിച്ചത്. അത് പെൺകുട്ടി മൊഴിയായി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ആ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഒരു അതിജീവിത ഉൾപ്പെട്ട അല്ലെങ്കിൽ അതിജീവിതയായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുള്ള കേസായതിനാൽ തന്നെ അതിൽ കൂടുതൽ വിവരങ്ങൾ നിയമപരമായി നമുക്കും പങ്കുവെക്കാനായിട്ട് സാധിക്കില്ല. ഏതായാലും ഈ കേസിൽ പെൺകുട്ടി നൽകിയ മൊഴി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി പോലീസിന്റെ കൈവശം നിലവിലുള്ളത്. പിന്നീട് ഇവരുടെ ചാറ്റ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയും മുൻപ് ഇവർ തമ്മിൽ പരിചയപ്പെട്ടു എന്ന് പറയുന്ന സമയം മുതലുള്ള ചാറ്റുകൾ ശേഖരിക്കാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് സൈബർ പോലീസിന്റെ സഹായം ഉൾപ്പെടെ തേടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വളരെ വേഗത്തിൽ തന്നെ പ്രതിയിലേക്ക്, ഈ കേസിലെ കുറ്റാരോപിതൻ എന്ന് പറയുന്ന ഒരാളിലേക്ക് എത്താനുള്ള ശ്രമം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അയാളെക്കുറിച്ച് എല്ലാ വിവരങ്ങളും പോലീസിന്റെ കൈവശമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കുന്നത്. അയാളുടെ അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകും എന്നുള്ളതും പറയുന്നുണ്ട്. ഏതായാലും അയാൾക്കും 23 വയസ്സ് 25 വയസ്സിനിടയ്ക്ക് പ്രായമുള്ള ഒരു യുവാവാണ്. ഇവർ തമ്മിലുള്ള പരിചയമാണ് ഈ ബന്ധത്തിലേക്കും പിന്നീട് ഈ പെൺകുട്ടി ഗർഭിണിയാകുന്നതിലേക്കും ഒടുവിലൊരു പിഞ്ചു കുഞ്ഞിന്റെ കൊലപാതകമാണോ അതോ അതിനു മുൻപ് കുട്ടി മരിച്ചിരുന്നോ എന്നുള്ളത് നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ വ്യക്തതയാകുകയുള്ളൂ. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ആ പോസ്റ്റ്മോർട്ടം നാളെ നടക്കുക. ഏതായാലും അതിനുശേഷം മാത്രമേ അക്കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പോലീസിന്റെ കൈവശം ഇപ്പോൾ പൂർണ്ണമായുമുണ്ട്. ഇനി അവശേഷിക്കുന്നത് ഈ കേസിൽ പെൺകുട്ടിയോളം തന്നെ കുറ്റം ചെയ്ത ഒരാൾ, അത് യുവാവാണ്. അയാളെ കണ്ടെത്തുകയും അയാളുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്യുകയാണ്. നിലവിൽ ഈ കേസിൽ പെൺകുട്ടി 1-ാം പ്രതിയാണ്. സ്വാഭാവികമായും ഈ കേസിൽ ഉൾപ്പെട്ട 2-ാം പ്രതി ആ യുവാവാണ്. ജെ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഈ കേസിൽ കൂടുതലായി ചുമത്തും. ഇപ്പോൾ തന്നെ ആ കേസിൽ ജെ ചുമത്തുന്നതിനുള്ള നിയമോപദേശം പോലീസ് തേടിയിട്ടുണ്ട്. നിലവിൽ കൊലപാതക കുറ്റം മാത്രമാണെങ്കിലും ജെ ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ കൂടി ഈ കേസിൽ ഉണ്ടാകും. ആശുപത്രിയിൽ നിന്ന് വിടുതൽ നൽകിയ ശേഷമായിരിക്കും പെൺകുട്ടിക്കെതിരായിട്ട് കൂടുതൽ വകുപ്പുകൾ ചുമത്തുക. ആ സമയം കൊണ്ട് തന്നെ ആ യുവാവിന്റെ അറസ്റ്റ് ഉണ്ടാകുമെങ്കിൽ അയാളെ 2-ാം പ്രതിയാക്കിക്കൊണ്ട് തന്നെ കൂടുതൽ സമാനമായ വകുപ്പുകൾ തന്നെ അയാൾക്കെതിരെയും ഉണ്ടാകും. ഏതായാലും ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഈ കേസിൽ ഉണ്ടാകാൻ ഉറപ്പായിട്ടും സാധ്യതയുണ്ട്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വിവരം ഇനി പുറത്തു വരാനുള്ളത് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ആരാണ്. അങ്ങനെയാണെങ്കിൽ അയാളിലേക്ക് ഈ അന്വേഷണം കേന്ദ്രീകരിക്കപ്പെടുകയാണ്. പോലീസിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും അധികം വൈകാതെ തന്നെ കസ്റ്റഡിയിൽ എടുക്കും എന്നുമാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ശ്യാംകുമാർ നൽകുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ കേസിന്റെ മറ്റ് വിശദാംശങ്ങളായിരുന്നു വിനീത വി ജി നൽകിയത് കൊച്ചിയിൽ നിന്ന്.